പശ്ചിമേഷ്യയിൽ വീണ്ടും പുകഞ്ഞ് യുദ്ധഭീതി. പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ച് അമേരിക്ക. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ മേഖലയിലെ തങ്ങളുടെ പൗരന്മാർക്ക് കടുത്ത നിർദ്ദേശവുമായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. UAE, ബഹ്റൈൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ US എംബസികൾ വഴി തങ്ങളുടെ പൗരന്മാർക്കായി പ്രത്യേക യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ അതിവേഗം വഷളാകാൻ സാധ്യതയുള്ളതിനാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് മടങ്ങാൻ തക്ക വിധം സജ്ജരായിരിക്കാനുമാണ് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യോമപാതകൾ അടയ്ക്കാനും വിമാന സർവീസുകൾ പെട്ടെന്ന് റദ്ദാക്കപ്പെടാനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് എംബസി സന്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള തർക്കങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ്. US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ കർശനമായ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ മേഖലയിലുടനീളം യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മേഖലയിൽ ഇതിനകമുള്ളവർ പ്രാദേശിക അധികാരികളുടെയും എംബസികളുടെയും സുരക്ഷാ നിർദ്ദേശങ്ങൾ നിരന്തരം നിരീക്ഷിക്കണമെന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവിധ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള പല സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തി വരികയാണ്. സാഹചര്യം മോശമാകുന്നതോടെ പ്രദേശത്തെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വൻ വിദേശി സമൂഹവും വലിയ ആശങ്കയിലാണ്. അതേസമയം ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ടെഹ്റാന്റെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് എത്തിയതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും വിജയകരവും സമൃദ്ധവുമായ ഒരു ഇറാനെ നിലനിർത്തുന്നതിനും അതിജീവനത്തിനും വേണ്ടിയുള്ള ആക്രമണം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയ്ക്കൊപ്പം ഈ പ്രതിബദ്ധതയിൽ ചേരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നുകൊടുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ശക്തിയോടെ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക. എന്നിരുന്നിട്ടും ഇറാനും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളും ഒരു കരാറിന് സമ്മതിച്ചതിനാൽ ആക്രമണം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണ്. ഈ കരാറിൽ ഹോർമുസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതും ഇറാന്റെ ആണവ ഭീഷണിക്ക് അറുതി വരുത്തുന്നതും ഉൾപ്പെടുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചത് മുതൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം ഇറാൻ തടസ്സപ്പെടുത്തിയിരുന്നു. ഇറാനെതിരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ രാത്രി ട്രംപ് ക്യാബിനറ്റ് മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇറാൻ പറയുന്നതുവരെ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അതിനിടെ കുവൈറ്റിലെ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഒരു സർക്കാർ കെട്ടിടമടക്കമുള്ള പ്രധാന സൗകര്യങ്ങളെ ആക്രമണം ബാധിച്ചതായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുകയായിരുന്ന 2 കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. ഇതിൽ ഒരു കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കേടുപറ്റി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം വഷളാകുന്നത് US ആണെന്ന് ഇറാൻ സൈന്യം ശനിയാഴ്ച ആരോപിച്ചു. രാജ്യമേഖലകളോട് USനെ സഹായിക്കരുതെന്നും ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് പ്രതിരോധ കവചമായി പ്രവർത്തിക്കുന്ന ഏതൊരു രാജ്യവും യുദ്ധത്തിന്റെ തീജ്വാലകളാൽ വിഴുങ്ങപ്പെടും. ഇറാൻ മിലിറ്ററി സെൻട്രൽ കമാൻഡ് തലവൻ അലി അബ്ദുല്ലാഹി പറഞ്ഞു. ഫെബ്രുവരി 28-ന് USഉം ഇസ്രായേലും ഇറാനിൽ സംയുക്ത ആക്രമണം നടത്തിയതോടെയാണ് യുദ്ധം തുടങ്ങുന്നത്. കഴിഞ്ഞ മാസം പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇരു രാജ്യവും ഇടക്കാല ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ യുദ്ധത്തിന് താൽക്കാലിക ശമനമുണ്ടായെങ്കിലും അധികം വൈകാതെ ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.